ഹലോ ഫ്രണ്ട്സ്, എപ്പികോം ഇൻകം ടാക്സ് ലേണിംഗ് വീഡിയോ സീരീസിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് പോകാം. ടോപ്പിക് സെക്ഷൻ 6 ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഈ സെക്ഷൻ ചിലപ്പോൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ടല്ലേ. സോ ഈ സെക്ഷൻ ഓർമ്മ വയ്ക്കാനായിട്ട് ഒരു ടിപ്പ് പറയും. സിമ്പിളാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? ആർ. സെക്ഷൻ എന്താ? അത് തന്നെയാണ് ആർ. ഓക്കെ. എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നറിയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇമ്പോർട്ടൻറ്റ് എന്ന് നോക്കാം. സെക്ഷൻ 5 എന്താ? സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. അതായത് ഒരു പേഴ്സൻ്റെ ടോട്ടൽ ഇൻകം ബേസ് ചെയ്തുകൊണ്ടാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഈ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം എന്തിൻ്റെ ബേസിസിലാണ് ഡിറ്റർമൈൻ ചെയ്യുക? അതെ, സെക്ഷൻ 6 റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിസിലാണ് ഡിറ്റർമൈൻ ചെയ്യുക. ഒരു പേഴ്സൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അറിഞ്ഞില്ലെങ്കിൽ ആ പേഴ്സൻ്റെ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇൻ ഇന്ത്യ, ബേസ്ഡ് ഓൺ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ദി സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം ഈസ് ഡിറ്റർമൈൻ. എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളതിലേക്ക് പോവാം. സെക്ഷൻ 6 പോവാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽ, HUF, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, കമ്പനി, ഫേം, എക്സെട്ര. ഈ 3 കാറ്റഗറീസിൻ്റെ കേസിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡിഫറെൻറ്റ് രീതിയിലാണ്. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ മാത്രമാണ്. സോ ടോപ്പിക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. സെക്ഷൻ 6 സബ്സെക്ഷൻ 1 എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ 2 കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ ദെൻ സച്ച് ഇൻഡിവിജ്വൽ ഈസ് ട്രീറ്റഡ് ആസ് എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. സോ കണ്ടീഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് 1 by 1 നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ, ദ പീരിയഡ് ഓഫ് സ്റ്റേ ഓഫ് എൻ ഇൻഡിവിജ്വൽ ഇൻ ദ പ്രീവിയസ് ഇയർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 182 days ഇൻ ഇന്ത്യ. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ പീരിയഡ് ഓഫ് സ്റ്റേ അറ്റ്ലീസ്റ്റ് 182 days ആണെങ്കിൽ, മിനിമം 182 days എങ്കിലും സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ഹീ ഈസ് ട്രീറ്റഡ് ആസ് എ റെസിഡൻറ്റ്. അതർവൈസ് ഹീ ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് എ റെസിഡൻറ്റ്. ഇനി കണ്ടീഷൻ നമ്പർ 2. കണ്ടീഷൻ നമ്പർ 2 എന്താണ് പറയുന്നത്? ദ പീരിയഡ് ഓഫ് സ്റ്റേ ഓഫ് എൻ ഇൻഡിവിജ്വൽ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 60 days ഇൻ ഇന്ത്യ ആൻഡ് ഡ്യൂറിംഗ് ദ 4 preceding previous year his period of stay should be at least 365 days in India. അതായത് സെക്കൻഡ് കണ്ടീഷൻ എന്താണ് പറയുന്നത്? പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് 60 days ഉണ്ടാവണം. അതുകൂടാതെ 4 preceding previous years, അതായത് പ്രീവിയസ് ഇയറിന് മുൻപുള്ള 4 previous yearsൽ അറ്റ്ലീസ്റ്റ് 365 days ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ദെൻ ഹീ ഈസ് ട്രീറ്റഡ് ആസ് എ റെസിഡൻറ്റ്, അതർവൈസ് എ നോൺ റെസിഡൻറ്റ്. സോ ഈ 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ, ഒരു ഇൻഡിവിജ്വൽ ഈ 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ദെൻ ഹീ ഈസ് ട്രീറ്റഡ് ആസ് എ റെസിഡൻറ്റ്. ഇഫ് എൻ ഇൻഡിവിജ്വൽ ഈസ് നോട്ട് സാറ്റിസ്ഫൈങ് ദീസ് ബോത്ത് കണ്ടീഷൻസ് ദെൻ ഹീ ഈസ് ട്രീറ്റഡ് ആസ് എ നോൺ റെസിഡൻറ്റ്. സോ ദ ബേസിക് കണ്ടീഷൻസ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. സോ എന്തെല്ലാമാണ് ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്? പോയിന്റ് നമ്പർ 1, ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ആ ഇൻഡിവിജ്വൽ പ്രീവിയസ് ഇയറിൽ 182 days ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുന്നുണ്ടോ, 60 days പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുന്നുണ്ടോ, 365 days 4 preceding previous yearsൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യും. ഈ സ്റ്റേ ഇൻ ഇന്ത്യ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് മീൻ ബൈ സ്റ്റേ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എവിടെയാണ് സ്റ്റേ ചെയ്യേണ്ടത്? ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സ്റ്റേ ചെയ്യാം. ലാൻഡിൽ സ്റ്റേ ചെയ്യാം, വാട്ടർ ബോഡീസിൽ സ്റ്റേ ചെയ്യാം, എവിടെ വേണമെങ്കിലും. ഇന്ത്യയിലാവണം സ്റ്റേ എന്ന് മാത്രമേ ഒരു കണ്ടീഷൻ ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നുള്ളൂ. ഓക്കെ. പോയിന്റ് നമ്പർ 2, സിറ്റിസൺഷിപ്പ് ആൻഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് രണ്ടും ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് ആണ്. ഇന്ത്യയിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിസിലാണ് ടാക്സേഷൻ ചെയ്യുന്നത്, അല്ലാതെ സിറ്റിസൺഷിപ്പിൻ്റെ ബേസിസിലല്ല. ഓക്കെ. പോയിന്റ് നമ്പർ 3, പീരിയഡ് ഓഫ് സ്റ്റേ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആവണമെന്ന് നിർബന്ധമില്ല. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ആ ഇൻഡിവിജ്വൽ പ്രീവിയസ് ഇയറിൽ 182 days സ്റ്റേ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കി.
ആ 182 ഡേയ്സ് സ്റ്റേ കണ്ടിന്യൂസ് ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യയിൽ 100 ഡേയ്സ് സ്റ്റേ ചെയ്തു, എന്നിട്ട് ഫോറിനിലേക്ക് പോയി, വീണ്ടും കുറച്ച് ദിവസത്തിന് ശേഷം ഇന്ത്യയിലേക്ക് വന്നു, എന്നിട്ട് 100 ഡേയ്സ് കൂടെ സ്റ്റേ ചെയ്തു. ആ ഇൻഡിവിജ്വൽ ആ പ്രീവിയസ് ഇയർ റെസിഡൻ്റ് ആണോ? അതെ, റെസിഡൻ്റ് ആണ്. കാരണം അദ്ദേഹം 100+100 200 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. സോ ഈ പീരിയഡ് ഓഫ് സ്റ്റേ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഓക്കെ, ഇനി പോയിന്റ് നമ്പർ 4, ദ ഡേ ഓഫ് ഡിപ്പാച്ചർ ആൻഡ് ദ ഡേ ഓഫ് അറൈവൽ ടു ഇന്ത്യ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അതായത് ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യയിലേക്ക് വരുന്ന ദിവസവും ഇന്ത്യ വിട്ട് പോകുന്ന ദിവസവും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ ഉച്ചയ്ക്കാണ് ഇന്ത്യ വിട്ട് ഫോറിനിലേക്ക് പോകുന്നത്, ആ ദിവസം കാൽക്കുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഒരു ഇൻഡിവിജ്വൽ രാത്രിയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്, ആ ദിവസവും കാൽക്കുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടുള്ള മെയിൻ പോയിന്റ്സ്. ഇപ്പം നമ്മൾ പഠിച്ച സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961 റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിക് കണ്ടീഷൻസ്. അതൊന്നുകൂടി ഒരു ക്ലാരിറ്റി വരേണ്ടത്. നമുക്കൊരു എക്സാമ്പിളിലേക്ക് കിടക്കാം. മിസ്റ്റർ വിവേക് എൻ്റെ ഒരു കൂട്ടുകാരനാണ്, അവൻ നമുക്ക് എക്സാമ്പിളിലേക്ക് കൊണ്ടുവരാം. മിസ്റ്റർ വിവേക് എന്ന് പറയുന്നത് അമേരിക്കയിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അവൻ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ അവൻ്റെ പീരിയഡ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 188 ദിവസമാണ്. ആ 188 ദിവസം മാത്രമേ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുള്ളൂ. ഈ പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴത്തെ അസസ്മെൻറ്റ് ഇയർ എന്താ? 2021-22. പ്രീവിയസ് ഇയറോ 2020-21. സോ ഈ വിവേക് 2020-21 188 ദിവസമാണ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിരിക്കുന്നത്. സോ വിവേക് റെസിഡൻ്റ് ആണോ? അല്ലേ? അതോ റെസിഡൻ്റ് അല്ലേ? അതെ, വിവേക് റെസിഡൻ്റ് ആണ്. കാരണം സെക്ഷൻ 6 സബ്സെക്ഷൻ 1 പ്രകാരം റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലെ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറയുന്നത്? ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യയിൽ 182 അതിൽ കൂടുതലോ ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീസ് എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. സോ അവിടെ വിവേക് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 188 ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട്. സോ ഹീസ് എ റെസിഡൻറ്റ്. ഇനി നമുക്ക് എക്സാമ്പിൾ സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്യാം. അവൻ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 2020-21 ഒരു ലെറ്റ്സ് സേ ഒരു 80 ദിവസം മാത്രമേ സ്റ്റേ ചെയ്തിട്ടുള്ളൂ. അവൻ റെസിഡൻ്റ് ആണോ? അല്ല എന്നാണ് ആരെങ്കിലും പറയാനായിട്ട് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഊഹിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ഊഹിക്കാനായിട്ട് പറ്റില്ല. കാരണം സെക്കൻഡ് കണ്ടീഷൻ കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ബേസിക് കണ്ടീഷൻസ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫുൾഫിൽ ആയാൽ ഹീസ് എ റെസിഡൻ്റ് എന്നാണ്. സോ സെക്കൻഡ് കണ്ടീഷൻ എന്താ പറയുക? ഫസ്റ്റ് കണ്ടീഷൻ എന്തായാലും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം 182 ദിവസം അവൻ സ്റ്റേ ചെയ്തിട്ടില്ല പ്രീവിയസ് ഇയറിൽ. സെക്കൻഡ് കണ്ടീഷൻ ഫുൾഫിൽ ആവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ലെറ്റ്സ് പറയാം, നമുക്ക് ചുമ്മാ പറയാം, അവൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിലുണ്ട്, അവൻ അമേരിക്കയിലേക്ക് പോയിട്ടേ ഇല്ല. സോ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ അവൻ്റെ പീരിയഡ് ഓഫ് സ്റ്റേ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ 70 ദിവസമാണ്. അപ്പോൾ 70 ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടീഷൻ 2 എന്താ പറയുന്നത്? കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 60 ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ടാകും. അത് കൂടാതെ പ്രീവിയസ് ഇയറിന് മുൻപുള്ള 4 പ്രീവിയസ് ഇയേഴ്സിൽ 365 ദിവസവും സ്റ്റേ ചെയ്തിട്ടുണ്ടാകും. സോ അവിടെ വിവേക് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 60 ദിവസത്തിൽ കൂടുതൽ 70 ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ മുൻപുള്ള 4 പ്രീവിയസ് ഇയർ അവൻ കഴിഞ്ഞ 10 പ്രീവിയസ് ഇയറിൽ പോയിട്ടേ ഇല്ല, അമേരിക്കയിൽ പോയിട്ടില്ല. എന്തായാലും 4 പ്രീവിയസ് ഇയറിൽ അവൻ 365 ദിവസത്തിൽ കൂടുതൽ തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ടാവും. സോ സെക്കൻഡ് കണ്ടീഷനോട് വിവേക് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. സോ ഹീ ഈസ് ട്രീറ്റഡ് ആസ് എ റെസിഡൻ്റ് എന്ന് പറയും. വീണ്ടും അവൻ റെസിഡൻ്റ് ആണ്. വീണ്ടും നമുക്ക് എക്സാമ്പിൾ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ വിവേക് 70 ദിവസമാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. സോ ബേസിക് കണ്ടീഷൻ 1 ചെക്ക് ചെയ്യുമ്പോൾ അവൻ റെസിഡൻ്റ് അല്ല, കാരണം 182 ദിവസം സ്റ്റേ ചെയ്തിട്ടില്ല. ഇനി കണ്ടീഷൻ 2 നോക്കാം. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ അവൻ 60 ദിവസത്തിനേക്കാളും സ്റ്റേ ചെയ്തിട്ടുണ്ട്, 70 ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട്. നമുക്ക് പറയാം, ചുമ്മാ പറയാം, അവൻ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ തന്നെയാണ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് അവൻ ഇന്ത്യയിലില്ല, ഫുൾ അമേരിക്കയിലായിരുന്നു. ആ കേസിൽ അവൻ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 60 ദിവസത്തിനേക്കാളും കൂടുതൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപുള്ള പ്രീവിയസ് ഇയറിന് മുൻപുള്ള 4 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സിൽ അവൻ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടില്ല. സോ എന്താ? സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് അല്ല. സോ ഈസ് ട്രീറ്റഡ് ആസ് എ നോൺ റെസിഡൻറ്റ്. ഇവിടെ വിവേകി 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് അവൻ നോൺ റെസിഡൻ്റ് ആണ്. സോ ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 2 കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ then such individual is a resident. An individual can be a resident or non-resident. If an individual is a resident, then he can be a resident and ordinarily resident or
റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. അതായത് ഒരു ഇൻഡിവിജ്വലിന് ഒന്നില്ലെങ്കിൽ റെസിഡൻ്റ് ആവാം, അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആവാം. ഒരു ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണെങ്കിൽ he can be a resident and ordinarily resident or resident but not ordinarily resident. So who is a resident and ordinarily resident? An individual for at least 2 years during 10 preceding previous years should be a resident in India, and such individual's period of stay should be at least 730 days during 7 preceding previous years in India. അതായത് ഒരു ഇൻഡിവിജ്വൽ പ്രീവിയസ് ഇയറിന് മുൻപുള്ള 10 പ്രീവിയസ് ഇയേഴ്സിൽ അറ്റ്ലീസ്റ്റ് 2 പ്രീവിയസ് ഇയേഴ്സിലെങ്കിലും ഷുഡ് ബി എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. അതുകൂടാതെ ആ ഇൻഡിവിജ്വലിൻ്റെ പ്രീവിയസ് ഇയറിന് മുൻപുള്ള 7 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സിൽ അറ്റ്ലീസ്റ്റ് 730 ഡേയ്സ് എങ്കിലും പീരീഡ് ഓഫ് സ്റ്റേ ഇന്ത്യയിൽ ഉണ്ടാവണം. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ then such individual is treated as a resident and ordinarily resident. ഫോർ എക്സാമിന് ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെക്ക് ചെയ്യുക? ആ ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സോ നമ്മൾ ബേസിക് കണ്ടീഷൻസിൽ പഠിച്ച ആ 2 കണ്ടീഷൻസ് ആദ്യം ആ ഇൻഡിവിജ്വലിന് ചെക്ക് ചെയ്യാം. ഒന്ന്, ആ ഇൻഡിവിജ്വൽ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് പീരീഡ് ഓഫ് സ്റ്റേ ചെയ്തിട്ടുണ്ടോ, ഓർ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ആൻഡ് 4 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സിൽ 365 ഡേയ്സ് സ്റ്റേ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. സോ ഈ കണ്ടീഷൻസിൽ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ സച്ച് ഇൻഡിവിജ്വൽ ഇസ് ട്രീറ്റഡ് ആസ് എ നോൺ റെസിഡൻറ്റ്. ആ ഇൻഡിവിജ്വൽ നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആയി. സച്ച് ഇൻഡിവിജ്വൽ ഈസ് നോൺ റെസിഡൻറ്റ് എന്ന് എഴുതി വെക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. പക്ഷേ ആ ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണെങ്കിൽ ഈ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയോ? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം നമ്മൾ ആ ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആണോ, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണോ എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യണം. സോ അതിനായി ഇപ്പോൾ നമ്മൾ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ പഠിച്ച ആ 2 കണ്ടീഷൻസ് കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. എന്താണ് നമ്മൾ പഠിച്ച കണ്ടീഷൻ? പ്രീവിയസ് ഇയറിന് മുൻപുള്ള 10 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സിൽ ഏതെങ്കിലും 2 പ്രീവിയസ് ഇയറിലെങ്കിലും ഈ ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുമാത്രമല്ല പ്രീവിയസ് ഇയറിന് മുൻപുള്ള 7 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സിൽ 730 ഡേയ്സ് എങ്കിലും ഈ ഇൻഡിവിജ്വലിൻ്റെ പീരീഡ് ഓഫ് സ്റ്റേ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം ഇന്ത്യയിൽ. സോ ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ then such individual is treated as a resident and ordinarily resident. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ then such individual is treated as a resident but not ordinarily resident. സോ ഈ ഇൻഡിവിജ്വൽ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആണോ, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണോ എന്നുള്ളത് കൂടി എക്സാമിന് എഴുതിയാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, എക്സെപ്ഷൻസ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഈ എക്സെപ്ഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് കണ്ടീഷൻ 1 മാത്രമേ നമ്മൾ ഈ പറയാൻ പോകുന്ന 3 കേസസിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ചെക്ക് ചെയ്യൂ. അതായത് ആ ഇൻഡിവിജ്വലിൻ്റെ പീരിയഡ് ഓഫ് സ്റ്റേ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 182 ഡേയ്സ് ഓർ മോർ ആണോ എന്നുള്ളത് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ. കണ്ടീഷൻ നമ്പർ 2 ആയ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് സ്റ്റേ ചെയ്തിട്ടുണ്ടോ, 4 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സിൽ 365 ഡേയ്സ് സ്റ്റേ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കണ്ടീഷൻ നമ്പർ 2 നമ്മൾ ഈ കേസസിൽ ചെക്ക് ചെയ്യുന്നില്ല. സോ ഏതൊക്കെയാണ് ആ കേസസ് എന്ന് നമുക്ക് നോക്കാം. കേസ് നമ്പർ 1, an Indian citizen who leaves India as a crew member of an Indian ship. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ഒരു ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ മെമ്പർ ആയിക്കൊണ്ട് ഇന്ത്യ ലീവ് ചെയ്യുന്ന കേസിൽ കണ്ടീഷൻ നമ്പർ 1 മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ. ഓക്കെ, കേസ് 2, an Indian citizen who leaves India for any employment purpose. ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യ ലീവ് ചെയ്യാണ് ഫോർ എനി എംപ്ലോയ്മെന്റ് പേർപ്പസിന് വേണ്ടി. ഈ കേസിലും കണ്ടീഷൻ നമ്പർ 1 മാത്രമേ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ചെക്ക് ചെയ്യുന്നുള്ളൂ. കേസ് 3, an Indian citizen or a citizen of Indian origin who visits India. ഒന്നില്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു സിറ്റിസൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന കേസിലും കണ്ടീഷൻ 1 മാത്രമേ നമ്മളെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യാറുള്ളൂ. ഈ സിറ്റിസൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ പറഞ്ഞാൽ എന്താ? ആ ഇൻഡിവിജ്വലിൻ്റെ പാരൻസ് ഓർ ഗ്രാൻഡ് പാരൻസിൻ്റെ ബർത്ത് ഇന്ത്യയിലായിരിക്കും.
അതായത് ആ ഇൻഡിവിജ്വലിൻ്റെ പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണെങ്കിൽ ആ ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ എന്ത് പറയുക, എ സിറ്റിസൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. So these are the three exceptional cases where condition 1 of residential status is only checked but not condition number 2. ഏതൊക്കെയാണ് cases? An Indian citizen who leaving India as a crew member of an Indian ship. Case 2. An Indian citizen who leaves India for employment purpose. Case 3 is Indian citizen or a citizen of Indian origin who visits India. Okay, next topic. Amendment of Finance Act 2020. ഫൈനാൻസ് ആക്ട് 2020 വന്നൊരു അമെൻമെൻ്റ് ആണ്. ഇത് അപ്ലിക്കബിൾ ഫ്രം അസസ്മെൻറ്റ് ഇയർ 2021-22. ഈ അസസ്മെൻറ്റ് ഇയർ തൊട്ടാണ് ഇത് അപ്ലിക്കബിൾ. സോ എന്താണ് നമുക്ക് അമെൻമെൻ്റ് എന്ന് നോക്കാം. അതായത് ഇതും സ്ലൈറ്റ്ലി ഒരു എക്സെപ്ഷൻ തന്നെയാണ്. അതായത് എ സിറ്റിസൺ, ഇന്ത്യൻ സിറ്റിസൺ ഓർ എ സിറ്റിസൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹോസ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് 15 lakh എക്സ്ക്ലൂഡിംഗ് ഇൻകം ഫ്രം ഫോറിൻ സോഴ്സസ്. ദെൻ ഈ കേസിൽ കണ്ടീഷൻ നമ്പർ 2 എന്താ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയറിൽ 60 days ആൻഡ് 365 days ഇൻ പ്രിസീഡിങ് 4 previous years. സോ ഇവിടെ 60 daysനെ അവിടെ 120 days ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു സിറ്റിസൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ആ ഇൻഡിവിജ്വലിൻ്റെ ഇൻകം എന്ന് പറയുന്നത്, ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 15 lakhൽ കൂടുതലാണെങ്കിൽ, പക്ഷെ അതിൽ ഫോറിൻ സോഴ്സിൽ നിന്നുള്ള ഇൻകം ഇൻക്ലൂഡ് ചെയ്യില്ല. ഈ കേസിൽ ഫസ്റ്റ് കണ്ടീഷൻ 182 days സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ റെസിഡൻ്റ് ആണ്. ബട്ട് സെക്കൻഡ് കണ്ടീഷനിൽ നമ്മൾ നോർമൽ കേസിൽ എന്താ, പ്രീവിയസ് ഇയറിൽ 60 days പീരിയഡ് ഓഫ് സ്റ്റേ ഉണ്ടെങ്കിൽ, അതുകൂടാതെ ഫോർ പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സിൽ 365 days പീരിയഡ് ഓഫ് സ്റ്റേ ഉണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണ്. പക്ഷേ ഈ ഒരു കേസിൽ ആ 60 daysനാണ് 120 days നമ്മൾ റീപ്ലേസ് ചെയ്യണം. ആ ഇൻഡിവിജ്വൽ പ്രീവിയസ് ഇയറിൽ 120 days പീരിയഡ് ഓഫ് സ്റ്റേ ഉണ്ടാവണം. അതുപോലെ തന്നെ ഫോർ പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സിൽ 365 days പീരിയഡ് ഓഫ് സ്റ്റേ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസിൽ ആ ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. സോ ദിസ് ഈസ് ദ അമെൻമെൻറ്റ് ഓഫ് ഫൈനാൻസ് ആക്ട് 2020. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, ഡീംഡ് റെസിഡൻറ്റ്. സെക്ഷൻ 6(1)(a) ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. ആരാണ് ഡീംഡ് റെസിഡൻറ്റ്? നോർമലി സച്ച് ഇൻഡിവിജ്വൽ ഒരു റെസിഡൻ്റ് ആയിരിക്കില്ല, ബട്ട് ഫോർ ഇൻകം ടാക്സ് പർപ്പസ് സച്ച് ഇൻഡിവിജ്വൽ ഈസ് ട്രീറ്റഡ് ആസ് എ റെസിഡൻറ്റ്. സോ ആരെയാണ് ഡീംഡ് റെസിഡൻറ്റ് എന്ന് പറയുക? 3 കണ്ടീഷൻസ് ആണ് ഉള്ളത്. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ സച്ച് ഇൻഡിവിജ്വൽ ഈസ് ട്രീറ്റഡ് ആസ് എ ഡീംഡ് റെസിഡൻറ്റ്. കണ്ടീഷൻ നമ്പർ 1, സച്ച് ഇൻഡിവിജ്വൽ ഷുഡ് ബി എൻ ഇന്ത്യൻ സിറ്റിസൺ. കണ്ടീഷൻ നമ്പർ 2, സച്ച് ഇൻഡിവിജ്വൽസ് ടോട്ടൽ ഇൻകം ഷുഡ് എക്സീഡ് 15 lakh എക്സ്ക്ലൂഡിംഗ് ഇൻകം ഫ്രം ഫോറിൻ സോഴ്സസ്. Condition number 3, such individual is not liable to tax in any other country or territory. അതായത് ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ സച്ച് ഇൻഡിവിജ്വൽ ഈസ് ട്രീറ്റഡ് ആസ് എ ഡീംഡ് റെസിഡൻറ്റ്. അത് കണ്ടീഷൻ നമ്പർ 1, ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ടാമത്തെ, ആ ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 15 lakhs എക്സ്ക്ലൂഡിംഗ് ഇൻകം ഫ്രം ഫോറിൻ സോഴ്സസ്, 15 lakhൽ കൂടുതലായിരിക്കണം. മൂന്നാമത്തെ, ആ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് വേറൊരു കൺട്രി അല്ലെങ്കിൽ ടെറിട്ടറിയിൽ ടാക്സ് പേ ചെയ്യാനായിട്ട് പാടില്ല, ടാക്സ് പേ ചെയ്യാൻ ലയബിൾ അല്ല. ദെൻ ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ സച്ച് ഇൻഡിവിജ്വൽ ഈസ് ട്രീറ്റഡ് ആസ് എ ഡീംഡ് റെസിഡൻറ്റ്. സോ ദീസ് ആർ ദ മെയിൻ കൺസെപ്റ്റ്സ് റിലേറ്റിംഗ് ടു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. സോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പോയിന്റ് കൂടി നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഡീംഡ് റെസിഡൻറ്റ് ഒരിക്കലും റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് ആവില്ല. A deemed resident should always be a resident but not ordinarily resident. ഓക്കെ, കൺസെപ്റ്റ്സ് എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.